Hi everyone. Today we are going to study about bisection method. നമ്മൾ ഇനിയുള്ള ക്ലാസ്സസിൽ ഓരോരോ ഐറ്ററേറ്റീവ് മെത്തേഡ്സ്, ഓരോ ഓപ്പൺ ബ്രാക്കറ്റ് മെത്തേഡ്സ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഒക്കെയാണ് ഓരോരോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ്റെ റൂട്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സോ അതിലൊരു ഫസ്റ്റ് മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് ആക്ച്വലി നമുക്കൊരു റൂട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ഇൻ്റർവെല്ലിൽ ബൈസെക്ട് ചെയ്യാൻ നോക്കും. ബൈസെക്ട് മീൻസ് ദെൻ വെൻ ദ ഇൻ്റർസെക്ട് അറ്റ് എ പോയിന്റ്, അല്ലെങ്കിൽ എല്ലാം കുറേ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അറ്റ് ലാസ്റ്റ് ഒരു റൂട്ട് കിട്ടുമ്പോൾ വി ക്യാൻ സേ ദേ ആർ ബൈസെക്ടിങ് എന്ന് പറയും. അപ്പോൾ whenever they bisects an interval and they select a sub interval in which a root must lie for further processing. അപ്പോൾ ഓരോ ടൈമിൽ നമ്മൾ ഓരോ ഇൻ്റർവെൽ എടുക്കും, ആ ഇൻ്റർവെൽ വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ സബ് ഇൻ്റർവെൽ എടുത്ത് അങ്ങനെ ഓരോ ടൈം അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ ഒരു റൂട്ട് കണ്ടുപിടിക്കും. സിൻസ് ഇറ്റ് ഈസ് ബൈസെക്ടിങ് അറ്റ് എ പോയിന്റ് വി സേ ഇറ്റ് ആസ് ബൈസെക്ഷൻ മെത്തേഡ്. എങ്ങനെയാണ് മെത്തേഡിൻ്റെ തിയറി പാർട്ടും എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. So here it is mentioning that it is a very simple method. നമുക്ക് ജസ്റ്റ് ഒരു ഡിവൈഡ് ബൈ 2 ചെയ്ത് ആഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നതാണ്. ഹെൻസ് ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ മെത്തേഡ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഐഡൻറ്റിഫൈ 2 പോയിന്റ്സ്, ദാറ്റ് ഇസ് എ ആൻഡ് ബി. അപ്പം നമ്മൾ എ ആൻഡ് ബി എന്ന് പറയുന്നത് നമ്മൾ എക്സിന് ഈക്വലൻ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് നമുക്ക് ഇഷ്ടമായിട്ട് റാൻഡംലി കൊടുക്കാം. ബട്ട് there is a thing that they both should consist of opposite signs. അപ്പം ഇപ്പം നമുക്ക് അത് വെച്ച് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേത് വെച്ച് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കണം. then there will be a root of f of x is equal to 0 which is going to lie in between a and b. അപ്പോൾ നമ്മളിപ്പോൾ 1ഉം 2ഉം സെലക്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ 1.5 ആയിരിക്കും അവർ രണ്ടുപേരും നടുക്ക് വരുന്നത്. അതിനുശേഷം വീണ്ടും അത് പ്രോസസ്സ് ചെയ്ത് ഓരോ ടൈം വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദി അപ്രോക്സിമേഷൻ. So whenever we are having an interval a comma b, we go with the first approximation that by finding out their mean, that is a plus b divided by 2. അപ്പോൾ ഇതാണ് x1 നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ എഫ് ഓഫ് x1 0 ആകുമ്പോൾ എഫ് ഓഫ് x1 ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഏതാണ് ഇക്വേഷൻ ഉള്ളത് അതിൽ എഫ് ഓഫ് x1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ആ വാല്യൂ 0 ആണെങ്കിൽ വി ക്യാൻ സേ x1 ഇസ് എ റൂട്ട്. അതർവൈസ് നമുക്ക് റൂട്ട് ഒന്നെങ്കിൽ എയും ബി 2 പോയിൻ്റാണ്. അപ്പോൾ എ തൊട്ട് x1 എന്നുള്ള ഇൻ്റർവെല്ലായിരിക്കും നമ്മുടെ റൂട്ട്. അതല്ല എങ്കിൽ x1 തൊട്ട് ബി വരെയുള്ള ഇൻ്റർവെല്ലായിരിക്കും റൂട്ട്. ബിക്കോസ് x1 ഇസ് ഡിവൈഡിങ് ദിസ് എ ആൻഡ് ബി ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ആണല്ലോ, അതാണല്ലോ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു റൂട്ട് എ തൊട്ട് x1 വരെയുള്ള ലിമിറ്റിലായിരിക്കും, അല്ലെങ്കിൽ റൂട്ട് x1 തൊട്ട് ബി വരെയുള്ള ലിമിറ്റിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഇൻ്റർവെല്ലും ഇതേപോലെ ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. വെൻ വി ഷുഡ് കണ്ടിന്യൂ അണ്ടിൽ ദ റൂട്ട് ഇസ് ഫൗണ്ട് ടു ഡിസൈർഡ് ആക്യുറേസി. നമുക്ക് വേണ്ട അത്രയും കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അതേ റൂട്ട് തന്നെ കിട്ടുമ്പം നമുക്കത് ചെയ്യാം. സോ whenever our f of x1 is going to be positive, then a root is going to lie in between a and x1. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മളിനി സെക്കൻഡ് അപ്രോക്സിമേഷൻ എടുക്കുന്നത് എയും x1 ഡിവൈഡ് ബൈ 2 ആണ്. അങ്ങനെയാണ് x2 എടുക്കുന്നത്. ഇനി x2 നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്രോക്സിമേഷൻ അതനുസരിച്ച് എടുക്കാം. x3 എന്ന് പറയുന്നത് x2 plus x1 ഡിവൈഡ് ബൈ 2. So we will get another approximation. So this is how we take many approximation. At last our root will be bisecting at a point. So hence this method is also called as Bolzano method. Bisection method ന്റെ വേറെ ഒരു പേരാണ് Bolzano method. So here you can see one figure, that is we are having x and y representation. അപ്പോൾ നമ്മൾ a എന്നൊരു പോയിന്റ് എടുത്തു, f of a കിട്ടി. x2 എന്നുള്ള പോയിന്റ് നമ്മളിവിടെ മീറ്റ് ചെയ്യാണ്. അതുപോലെ x1 x3 b വാല്യൂ. അപ്പോൾ ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ലൈൻ വരച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ റൂട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്നതെന്ന് ബൈസെക്ട് ചെയ്യുന്നതെന്ന് കാണുന്നതാണ്. സോ ഹിയർ യു ഹാവ് എ ഇൻ്റർവൽ വിഡ്ത്ത് ദാറ്റ് ഇസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1/2 at each step, and at the end of the nth step the new interval will be a, n. ആ ഒരു ഇൻ്റർവെല്ലിനകത്ത് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് b മൈനസ് എ ഡിവൈഡ് ബൈ 2n ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ കൂടുതൽ ഫോളോ ചെയ്യാനൊന്നുമില്ല. ഇതിൽ വേണ്ട ഐറ്ററേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത്ര ഐറ്ററേഷൻ കിട്ടാനുള്ള ഒരു ഇക്വേഷനും കൂടിയാണിത്. ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log b minus a by epsilon to the base e divided by log 2 to the base c. അപ്പോൾ log to the base e-ലാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ടേം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ബൈസെക്ഷൻ മെത്തേഡിൽ ഈ ഫിഗറിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഈ ഒരു പോയിന്റ് വാല്യൂവിനെ പറ്റി അതിൻ്റെ ആക്യുറസിനെ പറ്റി മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ.
Next we move on to some more theoretical portion, that is bisection method. നമ്മൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ എയും ബിയും ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ എഫ് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ 0, എഫ് ഓഫ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതായത് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം, അതല്ല ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ്. അതനുസരിച്ച് നമ്മൾ കേർവ് സാറ്റിസ്ഫൈ, കേർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കേർവ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ എടുക്കുന്നതാണ് ഓപ്പോസിറ്റ് സിഗ്നൽസ്, അതാണ് ഓപ്പോസിറ്റ് സൈൻസ് എടുക്കുന്നത്. അങ്ങനെയാണ് വി കാൽക്കുലേറ്റ് ദിയർ മീൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഓരോ ടൈം അവർ ഈക്വൽ ടു 0 ആണോ നോക്കും, അതല്ലെങ്കിൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ. So we are having two cases. First case is that when we consider f of x0 is less than 0 and f of a is greater than 0. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് x0ൻ്റെ എൻ്റെയും നടുക്കായിരിക്കും. ആൻഡ് ദാറ്റ് വി ഗിവ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് അപ്രോക്സിമേഷൻ. ഇനി അതുപോലെ തന്നെ ഇവിടെ എ വെച്ചാണ് നമ്മൾ നോക്കിയത്, അപ്പോൾ കേസ് 2ൽ നമ്മൾ ബി വെച്ചാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. സോ ഹിയർ എഫ് ഓഫ് എക്സ് 0 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് ഓഫ് ബി ഇസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അവർ റൂട്ട് ഇസ് ഗോയിങ് ടു ലൈ ബിറ്റ്വീൻ x0 ആൻഡ് ബി. അപ്പോൾ അങ്ങനെയാണ് അത് x1ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു കണ്ടീഷൻ തന്നാലും ഇപ്പോൾ 1 2 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1 + 2 ഡിവൈഡഡ് ബൈ 2 വി വിൽ ഗെറ്റ് 3/2 വിച്ച് ഈസ് ഈക്വൽ ടു 1.5. അപ്പോൾ ഒന്നെങ്കിൽ 1ൻ്റെയും 1.5ൻ്റെ ഇടയിൽ വരാം, അല്ലെങ്കിൽ 1.5ൻ്റെയും 2ൻ്റെ ഇടയിൽ വരാം റൂട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇൻ്റർവെല്ല് കൂടുതൽ ബൈസെക്ട് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഹിയർ ഓൾസോ സെയിം അതിൻ്റെ ഓരോ കേസസ് പറയുന്നതാണ്, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. എറ്റ് എ ടൈം നമുക്ക് എയും ബിയും ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ എങ്ങനെ എടുക്കുന്നു, വീണ്ടും x1 x0ൻ്റെ ഇടയിലാണ് വരുന്നുണ്ട് സെക്കൻഡ് അപ്പം ഓരോ ടൈം നമ്മൾ പോകുമ്പോഴും നമുക്ക് അപ്രോക്സിമേഷൻസ് കുറേ ടൈം എടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ആദ്യം വരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ ആദ്യം വരുന്ന പോസിറ്റീവ് നമ്മൾ അങ്ങനത്തെ അപ്രോക്സിമേഷൻസ് കൂടുതൽ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അറ്റ് എ പോയിന്റ് നമുക്ക് ബൈസെക്ട് ചെയ്യും. അപ്പോൾ അതുവരെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ we say this method as bisection method. So here we have an algorithm for the bisection method. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗെസ് വാല്യൂസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് അറിയില്ല, ബട്ട് സ്റ്റിൽ വി ഗെസ് വാല്യൂസ് ദാറ്റ് അപ്രോക്സിമേഷൻ വാല്യൂസ്, അതിനാണ് x0 and x1 എന്ന് കൊടുക്കുക. ആൻഡ് ഓൾവേസ് ദാറ്റ് x1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, നമുക്ക് എഫ് ഓഫ് x0 മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഓഫ് x1 വിൽ ബി ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി x1 x0 നമ്മൾ ഗെസ് ചെയ്തു, അവരുടെ മിഡിൽ പോയിൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് x2 വിച്ച് ഇസ് ഗിവൺ ബൈ x0 + x1 ഡിവൈഡഡ് ബൈ 2 ആൻഡ് ഓൾസോ വി ഹാവ് ടു ഇവാലുവേറ്റ് എഫ് ഓഫ് x2. അപ്പോൾ x2യുടെ വാല്യൂ ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ അത് കിട്ടും. അതിനുശേഷം നമ്മൾ അത് കമ്പയർ ചെയ്യുക. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ x2ൻ്റെ വാല്യൂ x1ലേക്ക് കൊടുക്കുക, അതല്ല എങ്കിലും നമ്മൾ x2ൻ്റെ വാല്യൂ x0ലേക്ക് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ സ്റ്റെപ്പ് 2 റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, അൺടിൽ it is going to bisect. That is when the difference of two successive values of x2 obtained from the step 2 is numerically less than the prescribed tolerance epsilon. അതായത് നമുക്ക് വരുന്ന ഡിഫറൻസസ്, ഇപ്പോൾ ആദ്യത്തെ അപ്രോക്സിമേഷനിൽ 1.53 വന്നു, രണ്ടാമത്തെ അപ്രോക്സിമേഷനിൽ 1.52 വന്നു. അപ്പോൾ ചെറിയൊരു വാല്യൂസാണ് കുറച്ച് ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഡിഫറൻസിയേഷനെയാണ് നമ്മൾ ടോളറൻസ് അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത്. കുറച്ചൊരു ചേഞ്ചസ്, നമ്മൾ കുറേ അപ്രോക്സിമേഷൻ എടുക്കുമ്പം കുറച്ചൊരു ചേഞ്ചസ് വരുന്നതാണ് നമ്മൾ സിഗ്മ എന്ന് പറയുക. അപ്പോൾ അതനുസരിച്ച് ആ ചേഞ്ചസ് വാലുവേറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും നമുക്ക് ഒരു ടൈമിൽ ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ അൽഗോറിതം. വി ഷുഡ് റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 2 until there is a bisection is being followed. So we can see the first example. Here we are finding the real root of the equation f of x equal to x³ minus x minus 1 which is equal to 0 using the bisection method. അപ്പോൾ ആദ്യം തന്നെ ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമ്മൾ ആദ്യം എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എന്ന് പറഞ്ഞ വാല്യൂസ് ഇട്ടെടുത്തു. അപ്പോൾ 1 ഇട്ട് കൊടുത്തപ്പം ഇറ്റ് വാസ് നെഗറ്റീവ് ആൻഡ് 2 ഇട്ട് കൊടുത്തപ്പോൾ ഇറ്റ് വാസ് പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എക്സിലെടുത്ത് 1 and 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് നെഗറ്റീവ് വന്നു, ഒന്ന് പോസിറ്റീവ് വന്നു. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ റൂട്ട് ഇസ് ലൈങ് ബിറ്റ്വീൻ 1 and 2. അപ്പോൾ 1 and 2ൻ്റെ വെച്ച് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തു, 1.5 കിട്ടി. ഇനി ഈ 1.5 ഇതേ സെയിം എഫ് ഓഫ് എക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് എഫ് ഓഫ് 1.5 ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.875 കിട്ടും, വിച്ച് ഇസ് ഓൾസോ ഗോയിങ് ടു ബി പോസിറ്റീവ്. സോ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദ റൂട്ട് ഇസ് ഗോയിങ് ടു ലൈ ബിറ്റ്വീൻ 1 to 1.5. അപ്പം 1 to 1.5ൻ്റെ ഇടയിൽ എന്തുകൊണ്ടാണ് വന്നത്, കാരണം ആ സെക്ഷനിൽ നോക്കുമ്പോഴാണ് അവിടെ പോസിറ്റീവ് വരുന്നത്. വീണ്ടും അതിനെ x2 വെച്ച് ഡിവൈഡ് ചെയ്തു, വീണ്ടും അപ്പോൾ 1.25 കിട്ടി. ഇനി നമ്മൾ 1.25ൻ്റെ എഫ് ഓഫ് 1.25 എടുത്തപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് വന്നു. അപ്പോൾ ആ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ 1.25ൻ്റെ തൊട്ടപ്പുറത്തുള്ള 1.25 to 1.5 വരെയുള്ള
ഇൻ്റർവെൽ നോക്കാം. അങ്ങനെ ഓരോ ഇൻ്റർവൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം. ഈ ഇൻ്റർവെൽ എടുത്തപ്പോൾ നമുക്ക് തേർഡ് അപ്രോക്സിമേഷനിൽ വി ഗോട്ട് ദ വാല്യൂ ആസ് 1.375. അങ്ങനെ ഫോർത്ത് അപ്രോക്സിമേഷൻ എടുത്തപ്പോൾ 1.3125, ഫിഫ്ത്തിൽ 1.34375, സിക്സ്ത്തിൽ 1.328. സോ ഹെൻസ് ഇത് നല്ല നമുക്ക് മനസ്സിലാക്കാം ദ റൂട്ട് ഇസ് ഗോയിങ് ടു ബി 1.3 ആണ് ഓരോ സീരീസിലും വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വി ഫൈൻഡ് ഔട്ട് ദ റൂട്ട്. നെക്സ്റ്റ് വി ഹാവ് എൻ എക്സാമ്പിൾ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് -1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ കറക്റ്റ് 3 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് -1 ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 0. എഫ് ഓഫ് 1 കൊടുക്കുമ്പം ഒരു പോസിറ്റീവ് വാല്യൂ വന്നു, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വന്നപ്പം വി ക്യാൻ സേ ദാറ്റ് ദ റൂട്ട് ഇസ് ലൈങ് ബിറ്റ്വീൻ 0 and 1. 0 and 1 ആയതുകൊണ്ട് തന്നെ അത് വെച്ച് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തു, 0.5 കിട്ടി. ഇനി എഫ് ഓഫ് 0.5 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതും നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ നെഗറ്റീവായിട്ട് വന്നപ്പോൾ 0 to 0.5 വരെയുള്ള ഭാഗം നമുക്ക് എടുക്കാൻ പറ്റൂല, നമുക്ക് 0.5 to 1 വരെയുള്ള ഭാഗം എടുക്കാം. അങ്ങനെ ചെയ്തപ്പോൾ x2 നമുക്ക് 0.75 കിട്ടി. ഓക്കെ, ഇനി വീണ്ടും 0.75 to 75 ഇതിലിട്ട് നോക്കാം ഏതാ നെഗറ്റീവ് വരുന്നത്. അങ്ങനെ എത്ര അപ്രോക്സിമേഷൻസ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഇനി 0.75 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏതാണ് നെഗറ്റീവ് വരുന്നത് നോക്കുക, ഇൻ്റർവെൽസ് എടുക്കുക. അങ്ങനെ ഓരോന്ന് അപ്രോക്സിമേറ്റ് നമ്മൾ 13 ടൈംസ് ചെയ്തിട്ടുണ്ട്. 13 ടൈംസ് ചെയ്തപ്പോഴും ഫ്രം x4 to x13 യു ക്യാൻ സീ ഇറ്റ് ഇസ് 0.5. 0.5 കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് 0.5. പിന്നെ 0.56 വരുന്നത് 8 തൊട്ടാണ്, x8 തൊട്ട് x13 വരെയാണ് 0.56 വരുന്നത്. എല്ലാ സീരീസിലും 0.56 ആണ് വരുന്നത്. ഇനി നമുക്ക് ഒരു 3 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ നമുക്കതനുസരിച്ച് നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയ 0.567 എടുക്കാം. കാരണം 12th and 13th one 0.567 ആണ്. സോ അപ് ടു 3 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ ആ റൂട്ട് ഇസ് ഗോയിങ് ടു ബി 0.567. So this is how we find out the root. And next one more question. ഇവിടെ x³ - x = 1 നമുക്ക് 1 and 2 ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1 and 2 അങ്ങനെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് x0 x1ൻ്റെ വാല്യൂ, ദാറ്റ് ഇസ് 1 ഗോ വിത്ത് പോസിറ്റീവ് ആൻഡ് 1 ഗോ ഫോർ നെഗറ്റീവ്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഇതിൽ വരണം. അതുകൊണ്ടാണ് നമ്മൾ 1.324 and 1.325 എടുത്തത്. അപ്പോൾ 324 കൊടുക്കുമ്പം ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. 1.325 കൊടുത്തപ്പോൾ അതൊരു പോസിറ്റീവ് വാല്യൂ വന്നത്. സോ ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് തന്നെ അവർ റൂട്ട് ഇസ് ഗോയിങ് ടു ലൈ ഇൻ ബിറ്റ്വീൻ 1.324 and 1.325. ഇനി ഇതിൽ 5 അപ്രോക്സിമേഷൻസ് ചെയ്യണമെന്ന്, 5 ഐറ്ററേഷൻ കമ്പ്യൂട്ട് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ആദ്യത്തെ ഐറ്ററേഷനിൽ നമ്മൾ x0 x1 നമ്മൾ തന്നെ ഗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1ൻ്റെയും 2ൻ്റെ ഇടയിൽ വരുന്നൊരു വാല്യൂ പോസിറ്റീവും നെഗറ്റീവും സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 എക്സ്ട്രീംസിലുള്ള വാല്യൂസ് നമ്മൾ ഗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വെച്ചാണ് നമ്മളിവിടെ മീൻ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് അപ്രോക്സിമേഷൻ നമുക്ക് 1.3245 കിട്ടി. അത് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് നെഗറ്റീവ് കിട്ടി. സോ ദ റൂട്ട് ഇസ് ഗോയിങ് ടു ലൈ ഇൻ ദ അതർ പാർട്ട്. നെഗറ്റീവ് അല്ലാത്ത പാർട്ടിലാണ് റൂട്ട് ലൈ ചെയ്യാൻ പോകുന്നത്. വീണ്ടും സെക്കൻഡ് അപ്രോക്സിമേഷൻ ചെയ്തു, അത് x3 കിട്ടി, അതൊരു വാല്യൂ കിട്ടി. അത് x3 എഫ് ഓഫ് x3 ചെയ്യുമ്പോൾ നമുക്ക് അത് പോസിറ്റീവ് കിട്ടി. അപ്പോൾ നമുക്ക് 1.32475 and 1.3245 എന്നുള്ള ആ ഒരു ഇൻ്റർവെൽ എടുക്കാം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന അനുസരിച്ച് നമ്മൾ ഇൻ്റർവെൽ മാറ്റണം. നെഗറ്റീവ് വരുമ്പം ഇപ്പോൾ 1 to 2ൻ്റെ ഇടയിൽ 1.5 ആണ്, നമ്മൾ 1.5 കൊടുത്തപ്പോൾ നെഗറ്റീവ് വരികയാണെങ്കിൽ നമുക്ക് 1.5 to 2 വരെയുള്ള ഇൻ്റർവെൽ എടുത്തിട്ട് വീണ്ടും ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് തേർഡ് അപ്രോക്സിമേഷൻ വേറെ x3 + x2 / 2 ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ എഫ് ഓഫ് x4 വെച്ച് ചെയ്തിട്ടുണ്ട്, അത് നെഗറ്റീവ് വന്നു. സോ അതിന് തൊട്ട് അപ്പർ പോർഷൻ ആയിട്ടുള്ള ഇൻ്റർവെൽ നമ്മൾ വീണ്ടും എടുത്തു, വീണ്ടും x5 ചെയ്തു, അതും നെഗറ്റീവ് വന്നപ്പോൾ തൊട്ട് അപ്പർ പോർഷനിലുള്ള ഇൻ്റർവെൽസ് എടുത്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് ദ ഫിഫ്ത്ത് അപ്രോക്സിമേഷൻ, ദാറ്റ് ഇസ് x6. അവിടെ x5ഉം x4ഉം ആണ്. അതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1.32 ആസ് എ റൂട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് റൂട്ട്സ് കിട്ടുന്നത്. സോ അറ്റ് ലാസ്റ്റ് വി ഹാവ് എ പ്രോഗ്രാം ഫോർ ദ ബൈസെക്ഷൻ മെത്തേഡ്. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് എന്നൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എങ്ങനെയാണ് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി മെയിൻ ലൂപ്പും അതൊക്കെ ഓൾറെഡി എല്ലാം ഒരേപോലെ തന്നെയാണ്. ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മൾ കൂടുതൽ എന്ത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ വി ആർ ഡിക്ലെയറിങ് റൂട്ട് ആസ് ഡബിൾ ആൻഡ് റൂട്ട് 0 ആക്കിയിട്ടുണ്ട്. പിന്നെ ഡബിൾ എ ബി അത് രണ്ടും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൂപ്പ് കൗണ്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്യും. എയും ബിയും ഇവിടെ 1ഉം 3 ആക്കി ഇട്ടിട്ടുണ്ട്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ വരുന്നതിനാണ് നമ്മൾ വൈൽ ലൂപ്പ് വെച്ച് ട്രാവേഴ്സ് ചെയ്യുന്നത്.
സോ എവറി ടൈം വി ഗോ വിത്ത് ലൂപ്പ് കൗണ്ടർ പ്ലസ് പ്ലസ്. അപ്പം ഓരോ ടൈം നമുക്ക് ഓരോ വേരിയബിൾ കെട്ടുമ്പോൾ ലൂപ്പ് കൗണ്ടർ ഒന്നായിട്ട് മാറും. അറ്റ് ലാസ്റ്റ് നമ്മൾ ലൂപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ ആണ് കാണിക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി അവർ റൂട്ട്. നെക്സ്റ്റ് വി ഫൈൻഡ് ഔട്ട് ദി ആവറേജ്. നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്തത് സിയിലാണ് ചെയ്യുന്നത്, എന്നിട്ട് എഫ് ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യും. ഇനി എവറി ടൈം എഫ് ഓഫ് സി ഇത്രയും ഇതിനേക്കാളും ചെറുതാണോ ഇതിനേക്കാളും വലുതാണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കും. എന്നിട്ട് ആ വാല്യൂ റൂട്ടിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. വീണ്ടും എഫ് ഓഫ് എ എഫ് ഓഫ് സി വെച്ച് കമ്പയർ ചെയ്തിട്ട് ലെസ് ദാൻ 0 ആണോ നോക്കും. ആ സീൻ്റെ വാല്യൂ ബിയിലേക്ക് ഇടും. ഇനി ഈ രണ്ടും അല്ല കേസെങ്കിലും നമുക്ക് സി ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എവറി ടൈം വി ആർ ചെക്കിംഗ് വെദർ one is going with the negative case and other one is the positive case, and അത് ലെസ് ദാൻ 0 ആണോ നോക്കിയിട്ടാണ് നമ്മളിവിടെ ബിയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, സിയുടെ വാല്യൂ ബിയിലേക്ക് ഇടുന്നത്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത സമയത്താണ് നമ്മൾ സിയുടെ വാല്യൂ എയിലേക്ക് ഇടുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ആർ പ്രിൻറ്റിംഗ് ദ ലൂപ്പ് കൗണ്ടർ, റൂട്ട് എത്രയാണ് അതും കൂടി പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ മെത്തേഡ്, ബൈസെക്ഷൻ മെത്തേഡ് ഫോർ സോൾവിങ് ദ ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ. അതിൻ്റെ ഓൾജിബ്രൈക് ഇക്വേഷൻസും അതിൻ്റെ റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്, ഒരു മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. ദസ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. താങ്ക് യു.